മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് എടുക്കാമെന്ന്. ഗൈഡൻസ് മെസ്സേജിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള എങ്ങനെയായിരിക്കും ആൻഡ് നിങ്ങളുടെ കാർഡ്സ് നിങ്ങളോട് എന്താ പറയുന്നത്, യൂണിവേഴ്സ് എന്താ ഗൈഡ് ചെയ്യുന്നത് നോക്കാം നമുക്ക് ഇന്നത്തെ ദിവസത്തെ. ഓക്കെ, ഞാനൊന്നൊരു ഒറക്കിൾ എടുക്കുന്നുണ്ട്, ടാരോ എടുക്കുന്നുണ്ട് ആൻഡ് കുറച്ച് മെസ്സേജസ് കൂടി നിങ്ങൾക്ക് എടുക്കാം ആൻഡ് അതിനെ കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ലേശം സൗണ്ട് വരും. ഓക്കെ, നിങ്ങൾ സൗണ്ട് കുറച്ചോളൂ അല്ലെങ്കിൽ പോസ് ചെയ്ത്. ഓക്കെ, ഹീലിംഗ്, ലവ്, റിലാക്സ്. ഒരു 4-5 എണ്ണം എടുക്കാം അല്ലേ. പാഷൻ, കറേജ്. ഓക്കെ, ഒരുപാടുണ്ട്, കുറേ എണ്ണം. ഓക്കെ, രസം അല്ലേ. ഓക്കെ, ഇവിടെ ഇത് കറേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഹീലിംഗ്, ലവ്, റിലാക്സ്, പാഷൻ, കറേജ്. ഓക്കെ, ഓവറോൾ മെസ്സേജ് തന്നെ ഇവിടെ എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ആദ്യം തന്നെ ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് റിലാക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ടെൻഷൻ, ഒരുപാട് സ്ട്രെസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓവർ തിങ്കിങ്, അതായത് എന്താവും, എന്ത് സംഭവിക്കും, അങ്ങനെ ആലോചിച്ച് ഒരുപാട് നിങ്ങൾ സ്ട്രെസ് അടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ജോലികൾ നിങ്ങൾ ഏറ്റെടുത്തതുണ്ടാവാം. ഓക്കെ, അതെല്ലാം കൂടി ചെയ്തു തീർക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കാം നിങ്ങൾ. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്ന ഒരു അല്പം റിലാക്സ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ടെൻഷൻ ഉണ്ടെങ്കിൽ അതിനേക്ക് ഒന്ന് മാറ്റി വെച്ച് നമുക്ക് എല്ലാം നമ്മുടെ കൺട്രോളിൽ എപ്പോഴും നിൽക്കില്ല. ഓക്കെ, നമ്മൾ കുറേ ചിന്തിച്ചു കൊണ്ടിരുന്ന ഓവർ തിങ്കിങ്ങിലേക്ക് പോയിട്ട് കാര്യമില്ല. ആക്ഷൻസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അതായത് എന്താണോ വേണ്ടത് അതിനെ ശരിയാക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കുക, അതാണ് വേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങളോട് പറയുന്ന അല്പം മൈൻഡിന് റിലാക്സേഷൻ കൊടുക്കൂ. ഓക്കെ, എനിക്കതാണ് ഫീൽ ചെയ്ത്. ആൻഡ് ഇവിടെ ലവ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ ഹീലിംഗ് എന്നുള്ളൊരു വാക്ക് നമുക്ക് ഇവിടെ ഉണ്ട്. സോ ഹീലിംഗ് ആൻഡ് ലവ് എന്ന് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. അതായത് നിങ്ങളുടെ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യെസ്, അത് ഹീലിംഗ് വരുന്നുണ്ട്, അതിന് കാര്യങ്ങൾ ബെറ്റർ ആവും എന്ന രീതിക്ക് എടുക്കാം. അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഹീലിംഗ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടും. ആദ്യം നിങ്ങൾ ഒന്ന് ഇത് നടുവിൽ തന്നെ ഞാൻ വിചാരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ മേ ബി നിങ്ങളോട് പറയുന്ന റിലാക്സ് ചെയ്യുമ്പോൾ ഹെൽത്ത് വൈസും നിങ്ങൾ ഓക്കെ ആവും, ബെറ്റർ ആവും. കാരണം എപ്പോഴും നമ്മുടെ മനസ്സാണ് ആദ്യം നമുക്ക് ശരിയാക്കേണ്ടത്. ഓക്കെ, മനസ്സ് ഓക്കെ ആയാൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഹീലിംഗ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹെൽത്ത് വൈസ് ആയാലും റിലേഷൻഷിപ്പിലായാലും എന്ത് കാര്യത്തിലായാലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ഹീലിംഗ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിറ്റുവേഷൻ ബെറ്റർ ആവുക, അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ഓക്കെ ആവുക, ബെറ്റർ ആവുക, അസുഖങ്ങൾ മാറി വരിക, മനസ്സൊന്ന് ശാന്തമാവുക, എല്ലാ തരത്തിലും എടുക്കാം. ഓക്കെ, പാഷൻ കാണുന്നുണ്ട്, കറേജ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവാം, നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടാവാം എന്തെങ്കിലും, അതേത് കാര്യത്തിലായാലും ശരി. ഓക്കെ, ആ ഒരു ആഗ്രഹം, ആ ഒരു പാഷൻ. ചിലവർക്ക്, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് മേ ബി നിങ്ങൾ ആർട്ടിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, ഡാൻസ്, പാട്ട്, അങ്ങനത്തെ വലുതും എഴുതൽ എന്ത് തന്നെയായാലും. ഓക്കെ, അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ ബിസിനസ് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ നിങ്ങളുടെ മനസ്സിൽ അതിയായ ഒരു ആഗ്രഹം ഉണ്ടാവും, ഒരു പാഷൻ കാണുന്നുണ്ട്, ഒരു കാര്യത്തിനോട് പ്രത്യേക ഒരു താല്പര്യം. ആ താല്പര്യം അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളോട് പറയുന്ന യൂണിവേഴ്സ് ഒരു അഡ്വൈസ് തരുന്ന കറേജ് വെച്ച് മുന്നോട്ട് പോകാനാണ്. അതായത് ആദ്യം ധൈര്യം സംഭരിക്കുക, ഇതിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ കൊണ്ടുവരിക. എനിക്ക് മറ്റുള്ളവർ ചിലപ്പോൾ ഇത് നമ്മൾ പാരൻസിനോടൊക്കെ പറയാനായിരിക്കും ദറ്റ് ഓക്കെ എനിക്കിത് ചെയ്യണം ഇന്ന കാര്യം എന്ന് പറയാൻ അതിനൊരു ധൈര്യം വേണം അല്ലേ. അല്ലെങ്കിൽ അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കാൻ, എനിക്കൊരു ബിസിനസ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ പാഷൻ ആണെങ്കിൽ അതിനെ ഫോളോ ചെയ്യാൻ, എല്ലാത്തിനും ജോലിക്ക് നമുക്ക് പോകണം, അങ്ങനെ എന്തിനായാലും ശരി നിങ്ങൾക്കൊരു ധൈര്യം ആദ്യം വേണം. എനിക്ക് ആ കറേജ് നിങ്ങളോട് കൊണ്ടുവരാനാണ് ആദ്യം പറയുന്നത്. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിക്ക് എടുക്കും. ഓക്കെ, ആദ്യം ധൈര്യത്തോടെ യെസ് ഇത് വേണം, എനിക്കിത് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കും. ഓക്കെ, ധൈര്യം വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാണ് പറയുന്നത് യൂണിവേഴ്സ്. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് ഇനി കാർഡ്സ് വെച്ച് നോക്കാം. കുറച്ച് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താ അഡ്വൈസ് വരുന്നത് നോക്കാം. സോറി, ഇന്നത്തെ ദിവസം. ഓക്കെ, എംപറർ ഒക്കെയാണ്. വെരി ഗുഡ്. ട്രാൻസ്ഫോർമേഷൻ ആൻഡ് 4 of Pentacles. ഓക്കെ,
ശരി, ഇവിടെ സെയിം കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾക്ക് എംപറർ എന്ന് കാണുമ്പോൾ നമുക്ക് ഇവിടെ ജോലിയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ കഴിവിനെ കുറിച്ചായിരിക്കാം, നിങ്ങളുടെ സ്വന്തം. ഓക്കെ, അതായത് നിങ്ങൾക്ക് തന്നെ ചില കഴിവുകളുണ്ട്, നിങ്ങൾ വളരെ ലീഡർഷിപ്പ് ലെവലിൽ നിൽക്കാൻ പറ്റിയ ആൾക്കാരാണ്. 4 and 4 ഉണ്ട് ഇവിടെ. സോ നിങ്ങളുടെ സ്റ്റെബിലിറ്റിയുടെ കാര്യമാണ് ഇത്. കരിയറിന്റെ കാര്യമായിരിക്കാം, കരിയർ ഗ്രോത്തിന്റെ കാര്യമായിരിക്കും കുറച്ച് പേർക്ക്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ലെവൽ എടുത്ത് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഓക്കെ, മറ്റുള്ളവരെ കൂടെ നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്യിപ്പിച്ചെടുക്കാനും നിങ്ങൾക്കായാലും എല്ലാം ചെയ്യാനുള്ള കഴിവും എല്ലാം ഉണ്ട്. നിങ്ങൾ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെ ഒരുപാട് എല്ലാവരും റെസ്പെക്ട് ചെയ്യും, നിങ്ങൾ പറയുന്നത് കേൾക്കും. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കഴിവുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ എല്ലാവരുടെയും നല്ലതിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവരെയും ഒന്നിച്ച് നിർത്തി നയിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ. എനിക്ക് അപ്പം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും. നിങ്ങൾ കരിയറിൽ ഗ്രോത്ത് എനിക്ക് കാണുന്നുണ്ട്, പ്രൊമോഷൻ കാണുന്നുണ്ട്. കുറച്ച് പേര് ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ ഒരു ഉയർച്ചയുടെ കാര്യമായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു വാല്യൂ കിട്ടുക നിങ്ങൾക്ക്, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് നിങ്ങളെ ഒരു മതിപ്പ്, മാനിക്കൽ, ഓക്കെ, അത്രയെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ പോസിബിൾ ആണ്. നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം എനിക്ക് പറയാനുള്ളത്, മേ ബി ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വന്നതുകൊണ്ട് നിങ്ങളൊരല്പം ഒന്ന് റിലാക്സ് ചെയ്യണം. ഓ യാ, ആക്ച്വലി യെസ്, റിലാക്സ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ എംപറർ എന്ന് പറയുമ്പോൾ ഒരല്പം ഈഗോ ഉള്ള വ്യക്തികളായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഈഗോ എന്ന് വെച്ചാൽ അഹങ്കാരം എന്ന രീതിക്ക് എടുക്കണ്ട, എന്നാലും ഒരു കൺട്രോൾ വെക്കാൻ ശ്രമിക്കൽ. അതായത് ചിലപ്പോൾ കുറച്ച് പേർക്ക് ചില നിർബന്ധങ്ങൾ ഉണ്ടാവാം ചില കാര്യങ്ങളിലൊക്കെ. ഓക്കെ, ഒരു അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ചില കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റാൻ പറയുന്നുണ്ട്. ഒരല്പം റിലാക്സ് ആവും. മേ ബി ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഐ തിങ്ക് നിങ്ങളുടെ മേലെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവാം. ഓക്കെ, എനിക്ക് എല്ലാവരെയും നിങ്ങളുടെ മേലേനോ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി, വീട് നോക്കണം, കുട്ടികളെ നോക്കണം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാനുണ്ട്. സോ ആ ഒരു ഈവൻ ജോലി സ്ഥലത്തായാലും നിങ്ങളുടെ മേലെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവാം. സോ അതുകൊണ്ട് നിങ്ങൾ അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ, സീരിയസ് ആയിട്ട് എടുത്ത് ബട്ട് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു അല്പം എന്താ പറയുക, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ പോവാന്ന് പറയില്ലേ, ആ രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഒരല്പം നിങ്ങളോട് റിലാക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇതും 4 of Pentacles നമ്മൾ പറയുന്ന എല്ലാം അങ്ങനെ നമ്മൾ അടക്കി വെച്ചിരിക്കുന്ന പോലെയൊക്കെയാണ്. എനിക്ക് ഒരല്പം റിലാക്സ് ചെയ്യുക, കുറച്ചൊന്ന് തുറന്ന് ഓപ്പൺ ആയിട്ട് മനസ്സിലുള്ള, അതുപോലെ മനസ്സിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എല്ലാവരോടും തുറന്ന് പറയുന്നുണ്ടാവില്ല. അതൊക്കെ നിങ്ങൾ എല്ലാവരോടും പറയാം. എനിക്ക് ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാം. അതുപോലെ ലൈക്ക് എന്തെങ്കിലും ലൈക്ക് നിങ്ങളുടെ കഴിവുകളെ, ഓക്കെ, മേ ബി ചിലപ്പോൾ നിങ്ങളുടെ കഴിവുകളെ തന്നെ ആയിരിക്കാം, കഴിവുകളെ നിങ്ങൾ അടക്കി വെക്കുന്നുണ്ടാവാം, ലൈക്ക് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. സോ അത് പുറത്ത് കൊണ്ടുവരൂ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് പണത്തിന്റെ സ്പെൻഡിങ് എന്ന രീതിക്കായിരിക്കാം. നിങ്ങൾ ഒരു പേടി ഉണ്ടാവും, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി. സോ കാരണം ഇവിടെ ഒരു ലോസിന്റെ കാര്യം ഞാൻ കണ്ടു. കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു ഭയം ഉണ്ടാവും, ദാറ്റ് ഞാൻ എന്തെങ്കിലും ഇൻവെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായില്ലെങ്കിലോ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പണത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, ഓക്കെ, നമ്മുടെ സമയം, നമ്മുടെ എഫേർട്ട് എല്ലാം വരും. ഓക്കെ, അത് മനസ്സിലാക്കുക. സോ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ചെയ്യണോ വേണ്ടേ എന്ന് ചിലപ്പോൾ നിങ്ങൾ തന്നെ സ്വയം മടിച്ചു നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്ന ഒരല്പം കൂടി ഓപ്പൺ ആയിട്ട് ഒരു റിസ്ക് എടുത്തിട്ടായാലും, ഓക്കെ, എല്ലാം നമുക്ക് നേരത്തെ കൂട്ടി പറയാൻ സാധിക്കില്ല, എല്ലാം പെർഫെക്റ്റ് ആവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ ഒന്ന് ശ്രമിക്കാനെങ്കിലും തയ്യാറാവുക, ഒരല്പം റിലാക്സ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ കണക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾ ഈഗോ വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരല്പം ഒന്ന് റിലാക്സ് ചെയ്യൂ എന്ന രീതിക്കാണ്. മനസ്സൊന്ന് ഓപ്പൺ ആക്കി കുറച്ചൊക്കെ ഒന്ന് എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ ശ്രമിക്കൂ. ഓക്കെ, ആൻഡ് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ കാണുന്നുണ്ട്. സോ ഒരു മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. മാറ്റം എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്ക് ജോലി സ്ഥലം മാറ്റമായിരിക്കാം, എന്തെങ്കിലും നിങ്ങളൊരു ജോലി വിട്ട് വേറെ ജോലിയിലേക്ക് മാറുന്നതായിരിക്കും. കാരണം ഇവിടെ ഐ തിങ്ക് നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല പ്രോബബ്ലി. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ ആ സ്ഥലത്ത് മേ ബി നിങ്ങൾക്കൊരു ഗ്രോത്ത് കിട്ടിയിട്ടുണ്ടാവില്ല, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലത്തിന് നിങ്ങൾ വിട്ടുപോകുന്ന കാര്യമായിരിക്കാം. ഓക്കെ, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മേ ബി അപ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഉള്ള ഗ്രോത്ത് കാണുന്നത്, ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. ഓക്കെ, ഇവിടെ 3 of Pentacles പറയുന്നുണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. നിങ്ങളുടെ ടാലൻസ് റെക്കഗ്നൈസ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കഴിവുകളുള്ളത്, ഓക്കെ, അത് പുറത്ത് കാണിക്കൂ, ഒന്നാമത്തെ കാര്യം. ഓക്കെ, മേ ബി ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് നല്ലതാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ എവിടെയാണോ ഇപ്പം എഫേർട്ട് ഇടുന്നത്, ജോലി സ്ഥലത്തായാലും ശരി, റിലേഷൻഷിപ്പിലായാലും ശരി, ഫാമിലിയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവാം. ഓക്കെ, അതിൽ നിങ്ങൾ എവിടെയാണോ ഇപ്പം നിങ്ങളുടെ സമയം, നിങ്ങളുടെ എഫേർട്ട് എല്ലാം പോകുന്നത്, അത് നിങ്ങൾക്ക് നല്ലതാണോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഓക്കെ, ഒരു മാറ്റം കൊണ്ടുവരാനുണ്ട് എന്ന് കാണുന്നുണ്ട്. അത് ഏത് തരത്തിലായിരിക്കും, നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഓരോന്നായിരിക്കാം. ബട്ട് നിങ്ങളുടെ ഒരു ഗ്രോത്ത് വരണമെങ്കിൽ, ഓക്കെ, ചിലത് നിങ്ങൾ ഒരു മാറ്റിയെടുക്കാനുണ്ട് എന്നുള്ള കാണുന്നത്. നിങ്ങളുടെ ഉള്ളിലെ മാറ്റങ്ങളായിരിക്കാം, നിങ്ങളുടെ മനസ്സിലെ മാറ്റങ്ങളായിരിക്കാം, നിങ്ങളുടെ സ്വഭാവത്തിലെ ചേഞ്ചസ് ആയിരിക്കാം.
അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് റിലാക്സ് ആവേണ്ട കാര്യമായിരിക്കാം. ഓക്കെ, സോ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ബട്ട് ഇവിടെ കൊളാബറേഷൻ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നോട്ട് ചെയ്യാൻ പറ്റും എന്നും കാണുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊക്കെ എനിക്കൊരു സക്സസ് ആണ് കാണുന്നത്. പിന്നെ ഇവിടെ എന്തായാലും ഒരു എംപറർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസും വരുന്നതായിട്ടാണ്. നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളൊരു ലീഡർഷിപ്പ് ലെവലിലേക്ക് വരുന്നതാണ് എനിക്ക് കാണുന്നത്. പക്ഷെ അതിനുവേണ്ടി ചില മാറ്റങ്ങൾ സംഭവിക്കാനുണ്ട് എന്നും കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് എടുക്കാം. എനിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ സ്വയം ചെയ്യണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. കാരണം റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മേലെ വന്നു. ഐ തിങ്ക് അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്ന മറ്റുള്ളവരെ ഹെൽപ്പ് കൂടി എടുക്കൂ എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് പാസ്റ്റിലെ നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആവും. ആക്ച്വലി ഇവിടെ ഒരു 4 കൂടി വന്നിട്ടുണ്ട്. ഒരു 4 കൂടി വന്നു. ഓ മൈ ഗോഡ്, വാവ്. ഇതും 4 ആണ്, എംപറർ 4 ആണ്, ഇത് 4 ഉണ്ട്, ഇവിടെയും 4 വന്നിട്ട് ഇവിടെയും 4 ഉണ്ട്. സോ ഇതും റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ്റെ കാര്യമാണ് ഇത് കാണിക്കുന്നത്. ആൻഡ് ഇത് സ്റ്റെബിലിറ്റിയുടെ കാര്യമാണ് കാണിക്കുന്നത്. സോ യെസ്, നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് നിങ്ങൾ കൊണ്ടുവരാനുണ്ട്. ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അത്. നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്, എല്ലാം കാണുന്നുണ്ട് എനിക്ക്. ബട്ട് എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ചില പേടികൾ, നിങ്ങളുടെ ഉള്ളിലെ ചില ടെൻഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് കാണുന്നുണ്ട്. പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് ഓർത്തിട്ടായിരിക്കാം ചിലപ്പോൾ വിഷമം വരുന്നത്, അല്ലെങ്കിൽ ഉള്ളത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയായിരിക്കാം. ഒരല്പം ഒന്ന് റിലാക്സ് ചെയ്യൂ ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഒന്ന് റിലാക്സ് ചെയ്ത് മറ്റുള്ളവരെ ഹെൽപ്പ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, സോ അത് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കും. എനിക്കെല്ലാം ഇവിടെ നിന്ന് ഇപ്പോൾ പറയാൻ കിട്ടുന്നില്ല. സോ ബട്ട് യെസ്, ഓവറോൾ നല്ലൊരു കാര്യമാണ് എനിക്ക് കാണുന്നത്. 4 അതും 4 തവണയാണ് വന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പം തന്നെ നമുക്കറിയില്ലേ 4 4 4 4. ഓക്കെ, സോ ഈ കാർഡിന്റെ മീനിങ് തന്നെ ഇത് 11 കാർഡാണെന്ന് പറയും. നമ്മുടെ വിഷസ് നടക്കുന്ന കാര്യമാണെന്ന് പറയാം. ആൻഡ് ഇവിടെ അഗെയിൻ ഇത് 4 ആണ്. സോ 4 4 അല്ലേ, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. സ്റ്റെബിലിറ്റിയുടെ കാര്യമാണ്. നിങ്ങളുടെ ലൈഫ് വളരെ സ്റ്റേബിളായി. നിങ്ങളൊരു ടേബിൾ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ചുമര് സങ്കല്പിക്കൂ, ഒരു ഓഫീസിന്റെ അല്ലെങ്കിൽ വീടിന്റെ നമ്മുടെ 4 ചുമര് സങ്കല്പിക്കൂ. ഓക്കെ, അപ്പൊ അത് അത്രയും സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. നിങ്ങളുടെ ജീവിതം വളരെ നല്ല ഒരു ബാലൻസ്ഡ് ആയിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ശരിക്കും. ഓക്കെ, ബട്ട് അതിന് വേണ്ടത് ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയെടുക്കാനുണ്ട്. ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയം കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ലൈഫിലൊരു ചേഞ്ചസ് നിങ്ങളിപ്പോൾ നോട്ടീസ് ചെയ്യുന്നുണ്ടാവാം. അത് നിങ്ങൾക്ക് നല്ല ഇനായിരിക്കും. ഓക്കെ, ഡോണ്ട് വറി. ടവർ കാർഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷനാണ്. എന്തൊക്കെയോ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അതിനെ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, എംബ്രേസ് ചേഞ്ചസ്. യെസ്, അതാ പറയാൻ ഉദ്ദേശിച്ചത്. എംബ്രേസ് ദ ചേഞ്ചസ് വരട്ടെ, അത് ആവശ്യമാണ്. നിങ്ങൾ ധൈര്യത്തിൽ മുന്നോട്ട് പോകും. ഓക്കെ, കുറേ പറയാനുണ്ട്. പറയുകയാണെങ്കിൽ ഇത് തീരില്ല. ഞാൻ അതുകൊണ്ടാവുന്നത്. ഓക്കെ, ബ്ലെസ്ഡ് ആണ് നിങ്ങൾ. വെരി ഗുഡ്. അഗെയിൻ 4 22 4 9 ട്രഷർ ഐലൻഡ്. വിഷസ് വിൽ കം ട്രൂ എന്ന് പറയാം. മെൻഡിങ്, യെസ്, ഹീലിംഗ്, മെൻഡിങ്. 10 അൺഫിനിഷ്ഡ് സിംഫണി ആൻഡ് ന്യൂ ലൈഫ്. ഓക്കെ, കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു മാറ്റം കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ജോലി മാറുന്നതായിരിക്കാം, സ്ഥലം മാറുന്നതായിരിക്കാം, ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടും പോകുന്നതായിരിക്കാം. ഒരു പീസ്, സമാധാനം കിട്ടുന്ന പോലെയാണ്. കുറച്ച് പേർക്ക് ഒരു ട്രിപ്പ് പോകുന്നതായിരിക്കാം, ജസ്റ്റ് ഒരു യാത്ര, റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്രയാവാം. ഓക്കെ, കുറച്ച് പേർക്ക് അത് ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. ആൻഡ് ഇവിടെ ട്രഷർ ഐലൻഡ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾ യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങൾ റിലാക്സ് ചെയ്യുക. നിങ്ങൾ കാര്യങ്ങൾ ജസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക, അത്രമാത്രം. ഓക്കെ, ആൻഡ് ഇവിടെ മെൻഡിങ്, ഹീലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങളുടെ റിലേഷൻഷിപ്സിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഫ്രണ്ട്ഷിപ്സ് ആവാം, റിലേഷൻഷിപ്പ് ആവാം, ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് വരും. നിങ്ങൾ തമ്മിൽ സോൾവ് ആവും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ അൺഫിനിഷ്ഡ് സിംഫണിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഇനിയും പലതും വരാൻ ബാക്കിയുണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, ചിലത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അവസാനിച്ചപ്പോൾ നമ്മൾ ടവർ കാർഡിന്റെ പറഞ്ഞു നേരത്തെ. ടവർ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവസാനിക്കലാണ്, ഒരു മാറ്റമാണ്. അത് പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അതൊരു എൻഡിങ് അല്ല. എനിക്ക് ആ ടവർ കാർഡ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ലൈഫിൽ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളെ കൊണ്ടുവരുമ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്കൊരു നല്ല രീതിയിൽ വീണ്ടും റീബിൽഡ് ചെയ്യാന്ന് പറയില്ലേ. ഓക്കെ, ഇപ്പോൾ ഒരു ബിൽഡിംഗ് തകർന്നു എന്ന് വിചാരിക്കും. ഓക്കെ, തകർന്നാൽ എന്താണ്, നമുക്ക് അവിടെ വീണ്ടും അത് കെട്ടാനുള്ളൊരു അവസരം കൂടിയാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എന്താണോ നല്ലതല്ലാത്ത അതാണ് തകർന്നു പോകുന്നത്. ഓക്കെ, സോ അതിനുശേഷം വീണ്ടും നിങ്ങൾക്കൊരു റീസ്റ്റാർട്ട് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. 10 ആണ്, സോ 1 ആണ്. ന്യൂ ബിഗിനിങ്, അഗൈൻ ന്യൂ ലൈഫ് ഉണ്ട് ഇവിടെ. സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ന്യൂ ലൈഫ്, നിങ്ങളുടെ ലൈഫ് തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് ചേഞ്ചസ് എന്തൊക്കെയോ വരുന്നുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് റിലാക്സ് ചെയ്യാൻ പറയുന്നുണ്ട് പ്രത്യേകം. ഓക്കെ, ഒന്ന് റിലാക്സ് ചെയ്യുക. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടി നോട്ടീസ് ചെയ്ത് ഞാൻ പറയാം. 7 7 വീണ്ടും 6 + 1 7 7. ആൻഡ് ഇവിടെയും 7 ഉണ്ട്. മെൻഡിങ്.
കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും ഒന്നിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ബെറ്റർ ആവാൻ സാധ്യതയുണ്ട്. ഒരു മാറ്റങ്ങൾ വരുന്ന സമയങ്ങൾ എല്ലാത്തിലും ഒരു മാറ്റം വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, 7/7 നമ്മളെ പോർട്ടൽ ഇപ്പോൾ കഴിഞ്ഞു അല്ലേ, 7/7 പോർട്ടൽ കഴിഞ്ഞു. സോ അതിൻ്റെയൊക്കെ ആയിരിക്കാം ഈ ചേഞ്ചസ് വരുന്നത്. ഓക്കെ, നല്ല ഇനാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്താണോ നല്ലതല്ലാത്ത അതാണോ മാറിപ്പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിന് ശേഷം വരുന്നത് നല്ല തുടക്കങ്ങളാണ്, പുതിയ തുടക്കം. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കുറെ കൂടി സ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം ശാന്തമായിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വരും എന്നുകൂടിയാണ്. ഓക്കെ, എനിവേ ഐ തിങ്ക് കുറേ പറയാനുണ്ട്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. ഓക്കെ, സോ എനിവേ ഇന്നൊക്കെ ഇപ്പം ഇത്ര മതി. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.